ഹായ് ഫ്രണ്ട്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഇന്ന് നമുക്ക് സ്കിൻ കെയർ മിസ്റ്റേക്സിനെ പറ്റി സംസാരിക്കാം. സ്കിൻ കെയർ മിസ്റ്റേക്സ് എന്ന് പറഞ്ഞാൽ അത് നമ്മളെ മിസ്റ്റേക്ക് ആണ് ചെയ്യണതെന്ന് അറിയണമെങ്കിൽ നമ്മൾ ആദ്യം നമ്മുടെ സ്കിൻ ടൈപ്പ് ഏതാണെന്ന് കണ്ടുപിടിക്കണം. അപ്പൊ നമ്മുടെ സ്കിൻ ടൈപ്പ് കണ്ടുപിടിക്കാനുള്ള മാർഗം ഞാൻ ഇന്ന് പറഞ്ഞുതരാം. അപ്പോൾ സ്കിൻ ടൈപ്പ് ആദ്യം കണ്ടുപിടിച്ചതിന് ശേഷം നിങ്ങളുടെ സ്കിൻ കെയറിൽ വരുന്ന മിസ്റ്റേക്ക് കണ്ടുപിടിച്ച് അത് കറക്റ്റ് ചെയ്യാം. അപ്പം സ്കിൻ ടൈപ്പ് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്യുക. ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് അതൊന്ന് ടവൽ എന്തെങ്കിലും വെച്ചിട്ട് പയ്യെ സോഫ്റ്റ് ആയിട്ട് ഡ്രൈ ചെയ്യുക. ഡ്രൈ ചെയ്തിട്ട് നമ്മൾ 30 മിനിറ്റ് അരമണിക്കൂർ നമ്മൾ വെയിറ്റ് ചെയ്യുക. അരമണിക്കൂർ നമ്മൾ അങ്ങനെ ലീവ് ചെയ്യുക, ഒന്നും അപ്ലൈ ചെയ്യരുത്. അങ്ങനെ ഇട്ട് കഴിഞ്ഞിട്ട് അരമണിക്കൂറിന് ശേഷം നമുക്ക് നമ്മുടെ ഫേസിൽ എന്താണ് ചേഞ്ച് മനസ്സിലാവും. നമ്മുടെ ഇപ്പോൾ നിങ്ങളുടെ സ്കിൻ ഡ്രൈ ആണെങ്കിൽ ആ സമയം കൊണ്ട് സ്കിന്ന് ഭയങ്കര ടൈറ്റ് ആയിട്ടും പിന്നെ ഭയങ്കര ഡ്രൈ ആയിട്ടൊക്കെ നമുക്ക് ഫീൽ ചെയ്യും. അപ്പൊ അതിന്ന് അതുപോലെ ഇങ്ങനെ ഫ്ലേക്സ് പോലെ തരിതരാന്ന് വരികയും ചെയ്യും. അപ്പൊ നമുക്ക് അതിന്ന് മനസ്സിലാക്കാം നമ്മുടെ സ്കിൻ ഡ്രൈ ആണ്. അപ്പം ഓയിലി ആണെങ്കിൽ എന്താന്ന് വെച്ചാൽ ഈ നമ്മൾ 30 മിനിറ്റ്സ് വെയിറ്റ് ചെയ്യുമ്പോഴേക്കും നമുക്ക് മനസ്സിലാവും നമ്മുടെ ഫേസ് ഒന്ന് സ്കിന്നൊന്നിങ്ങനെ ഷൈൻ ആയിട്ട് വരുന്നതാണ്. ഓയിൽ സെബം അപ്പൊ പ്രൊഡ്യൂസ് ചെയ്ത് തുടങ്ങും ഓൾറെഡി ഓയിലി സ്കിൻ ആണെങ്കിൽ. അപ്പൊ അതൊന്ന് ഷൈൻ ആയിട്ട് അല്ലെങ്കിൽ നമ്മളിങ്ങനെ തൊടുമ്പോഴേക്കും ഓയിലി ആയിട്ട് ഫീൽ ചെയ്യും ഈ സമയം കൊണ്ടിട്ട്. അപ്പൊ നമുക്ക് മനസ്സിലാക്കാം സ്കിൻ ഓയിലി ആണ്. പിന്നെ നോർമൽ സ്കിൻ ആണെങ്കിൽ ഇപ്പൊ വേറെ ചേഞ്ചസ് ഒന്നും ഉണ്ടാവില്ല. വാഷ് ചെയ്ത് കഴിഞ്ഞാലും സ്കിൻ നല്ല ഫ്രഷ് ആയിട്ടും ഡ്രൈ ആയിട്ടോ അതാ ഓയിലി ആയിട്ടോ അങ്ങനെയൊന്നും ഫീൽ ചെയ്യൂല. ഒരു ഫ്രഷ് ആയിട്ട് ബാലൻസ്ഡ് ആയിട്ട് നമുക്ക് തോന്നും. അപ്പൊ അതാണ് നോർമൽ സ്കിൻ. പിന്നെ ഒരു ടൈപ്പും കൂടി ഉണ്ട്, കോമ്പിനേഷൻ. കോമ്പിനേഷൻ സ്കിൻ കെയർ എങ്ങനെയാന്ന് വെച്ചാല് അവരുടെ ഈ ടീ സോൺ, നെറ്റി, മൂക്ക്, ഇവിടെ അങ്ങനെ ടീ സോൺ അവരുടെ ഓയിലി ആയിട്ട് വരും, ബാക്കിയുള്ളത് ഡ്രൈ ആയിട്ട് ഇരിക്കും. അപ്പൊ മനസ്സിലാക്കാം അവരുടെ കോമ്പിനേഷൻ സ്കിന്നാണ്. പിന്നെ സെൻസിറ്റീവ് സ്കിന്നെ മനസ്സിലാക്കണമെങ്കിൽ നമ്മളൊരു പ്രോഡക്റ്റ് അപ്ലൈ ചെയ്തിട്ട് അതിനോട് സ്കിൻ റിയാക്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് മനസ്സിലാവേണ്ടത്. റെഡ്നെസ്സും അങ്ങനെയുള്ളതൊക്കെ വരുമ്പോഴാണ് മനസ്സിലാവേണ്ടത് നമ്മുടെ സ്കിൻ സെൻസിറ്റീവ് ആണ്. എന്തെങ്കിലും പ്രോഡക്ട്സ് അപ്ലൈ ചെയ്യണം അങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ സ്കിൻ പെട്ടെന്ന് തന്നെ റിയാക്ട് ചെയ്യും. അപ്പൊ അതാണ് സെൻസിറ്റീവ് സ്കിൻ. അപ്പൊ നിങ്ങൾക്ക് ഇത് ചെയ്ത് നോക്കാം. നിങ്ങൾ ഫേസ് വാഷ് ചെയ്തിട്ട് വെയിറ്റ് ചെയ്ത് നോക്കാം. അതിൽ നിന്ന് സ്കിൻ ടൈപ്പ് ആദ്യമേ നിങ്ങൾ കണ്ടുപിടിക്കും. അതാണ് നമ്മുടെ സ്കിൻ കെയറിൽ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ചെയ്യേണ്ടത്. നമ്മുടെ സ്കിൻ ടൈപ്പ് ഏതാണെന്ന് കണ്ടുപിടിക്കുക. പിന്നെ ഒരു കാര്യം, സ്കിൻ ടൈപ്പ് എപ്പോഴും ഒരേപോലെ ഇരിക്കില്ല കേട്ടോ. സ്കിൻ ടൈപ്പ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പൊ നമ്മുടെ സ്കിന്ന് നോർമൽ ആയിരുന്നു ഇപ്പോ, പക്ഷെ ഇതെന്നും നോർമൽ ആയിരിക്കണമെന്നില്ല. അപ്പൊ അതുകൊണ്ടിട്ട് സ്കിൻ ടൈപ്പ് വേദനനുസരിച്ച് പിന്നെ നമ്മുടെ ഏജിനനുസരിച്ചും ഏജിൽ വന്ന ഡിഫറൻസ് അനുസരിച്ചും നമ്മുടെ സ്കിൻ ടൈപ്പ് മാറിക്കൊണ്ടിരിക്കും. പിന്നെ അപ്പൊ അതുകൊണ്ട് എപ്പോഴും എന്നും ഒരാളുടെ ഒരു സ്കിൻ ടൈപ്പ് ആയിരിക്കില്ല. അതൊന്ന് ശ്രദ്ധിക്കും. ബേസിക് ആയിട്ട് എല്ലാ സ്കിൻ ടൈപ്പുകാരും ചെയ്യേണ്ട കാര്യങ്ങളാണ് ക്ലെൻസിങ്, മോയ്സ്ചറൈസിങ്, SPF. ഇത് മൂന്നും ബേസിക് ആയിട്ട് എന്തായാലും ചെയ്യണം. പിന്നെ അതിന്റെ ഇടയ്ക്ക് നമുക്ക് ടോണറും സീറോ ഒക്കെ വരുന്നുണ്ട്. പക്ഷെ അതൊന്നും ചെയ്തില്ലെങ്കിലും ഡെയിലി നമ്മൾ ക്ലെൻസിങ്, മോയ്സ്ചറൈസിങ് ആൻഡ് അപ്ലൈ SPF, സൺ പ്രൊട്ടക്ഷൻ. ഇത് എന്തായാലും എല്ലാ സ്കിന്നുകാരും ഒരേപോലെ ചെയ്തിരിക്കേണ്ട കാര്യം. അപ്പം നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടത്, നമ്മുടെ സ്കിൻ ടൈപ്പ് മനസ്സിലാക്കിയിട്ട് സ്കിൻ കെയറിന് അത്യാവശ്യമുള്ള ഈ സാധനങ്ങളൊക്കെ നമ്മൾ ക്ലെൻസിങ്ങും മോയ്സ്ചറൈസിങ്ങും അതുപോലെയൊക്കെ അത് നമ്മുടെ സ്കിൻ ടൈപ്പ് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം വാങ്ങിക്കുക, സ്കിൻ കെയർ സ്റ്റാർട്ട് ചെയ്യുക. അപ്പം നമുക്ക് നല്ലൊരു സ്കിൻ കെയർ റൂട്ടീൻ ചെയ്യാൻ പറ്റും. ഇനി ഈ രണ്ടാമത്തെ കാര്യം, ഓവർ എക്സ്ഫോളിയേഷൻ. നമ്മൾ ഭയങ്കരമായിട്ട് സ്ക്രബ് ചെയ്യൂലേ, ഭയങ്കര ഓവറായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കും. അപ്പൊ എന്താന്ന് വെച്ച് പറ്റണം, നമ്മുടെ സ്കിന്നിന്റെ മോയ്സ്ചർ ബാരിയർ ഡാമേജ് ആകും. അതിൽ നിന്ന് നമുക്ക് പ്രശ്നങ്ങൾ വരും. സ്കിൻ ഇറിറ്റേഷൻ, ആക്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ മോയ്സ്ചർ ബാലൻസ് ബ്രേക്ക് ആയി തന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരും. അപ്പൊ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഓവർ എക്സ്ഫോളിയേഷൻ ചെയ്യരുത്. ചില ആൾക്കാര് ചിന്തിക്കണ എന്താന്ന് പറഞ്ഞാല് നമ്മൾ സ്ക്രബ് ചെയ്ത് കൊടുക്കും തോറും സ്കിൻ ഒന്നും കൂടി പോളിഷ്ഡ് ആകും, ഒന്നും കൂടി ബ്രൈറ്റ് ആകും, സോഫ്റ്റ് ആകും എന്നൊക്കെയാണ്. പക്ഷെ ഓവർ എക്സ്ഫോളിയേഷൻ നമ്മുടെ സ്കിന്നിൻ ബാരിയർ ടെക്സ്ചറൊക്കെ ഡാമേജ് ചെയ്യും. അപ്പൊ അതുകൊണ്ടിട്ട് ഓവർ എക്സ്ഫോളിയേഷൻ ചെയ്യരുത്. ഇനി ഓരോ സ്കിൻ ടൈപ്പിനും
എത്ര പ്രാവശ്യം ചെയ്യാം സ്ക്രബിങ്, എക്സ്ഫോളിയേഷൻ. നമ്മുടെ ബോഡി തന്നെ 28 ഡേയ്സ് കൂടുമ്പോഴേക്കും ആ ഡ്രൈ ഡ്രൈ സ്കിന്നെ ഒക്കെ ഷെഡ് ചെയ്യണ്ട്. ആ ഡ്രൈ സ്കിന്നൊക്കെ തന്നെ പോയിട്ട് പുതിയത് വരും ഒരു 28 ഡേയ്സിൽ. നമ്മുടെ ചെറിയ പ്രായത്തിലൊക്കെ. പിന്നെ ഏജ് കൂടുന്തോറും ആ ഡേയ്സിലും വ്യത്യാസം വന്നുകൊണ്ടിരിക്കും. 45 ഡേയ്സിലൊക്കെ ആകും. പിന്നെ അങ്ങനെ പ്രായമാകും തോറും അങ്ങനെ ആകും. പക്ഷെ നമ്മൾ അതിനു മുമ്പ് തന്നെ ഒന്ന് നമ്മൾ സ്ക്രബ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ സ്കിൻ ഒന്ന് നീറ്റായിട്ട് സൂക്ഷിക്കാൻ പറ്റും. അതിനാണ് നമ്മൾ ഈ എക്സ്ഫോളിയേഷൻ നമ്മൾ ചെയ്യുന്നത്. നമ്മുടെ സ്കിന്ന് നോർമൽ സ്കിൻ ആണെങ്കിൽ നമുക്ക് ഒരു വൺസ് ഇൻ എ വീക്ക് അല്ലെങ്കിൽ ട്വൈസ് ഇൻ എ വീക്ക് ഒക്കെ ചെയ്യാം നോർമൽ സ്കിന്നുകാർ. ഡ്രൈ സ്കിൻ ആണെങ്കിൽ 2 ആഴ്ച കൂടുമ്പോൾ ഒരു ദിവസമൊക്കെ സ്ക്രബ് ചെയ്താൽ മതി. ഡ്രൈ സ്കിന്നുകാർ ഓവറായിട്ട് സ്ക്രബ് ചെയ്യരുത്. ഓൾറെഡി അവരുടെ സ്കിൻ ഡ്രൈ ആയതുകൊണ്ടിട്ട് 2 ആഴ്ചയിൽ വേണമെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസം ചെയ്യാം, അല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോൾ ഒരു ദിവസം ചെയ്താൽ. പിന്നെ ഓയിലി സ്കിൻ ആണെങ്കിൽ അവർക്ക് 2 to 3 ടൈംസ് ഒരു വീക്കിൽ അവർക്ക് ചെയ്യാം. 2 തൊട്ട് 3 പ്രാവശ്യം വരെയും സ്ക്രബിങ് അവർക്ക് ചെയ്യാം. അത് മൈൽഡ് സ്ക്രബ് വെച്ചിട്ട് ചെയ്യണം. ഭയങ്കരമായിട്ട് റഫായിട്ട് ചെയ്യരുത്. മൈൽഡ് സ്ക്രബ് ആയിരിക്കണം. സാവധാനം സ്ലോലി റൗണ്ട് മസാജ് ചെയ്ത് വാഷ് ചെയ്ത് കളയാം. കോമ്പിനേഷൻ സ്കിൻ ആണെങ്കിലും ആഴ്ചയിൽ ഒരു തവണ വെച്ച് ചെയ്താൽ മതിയാവും നിങ്ങൾക്ക്. അല്ലെങ്കിൽ കുറച്ചും കൂടി ചെയ്യണമെന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ 2 ദിവസം, ആഴ്ചയിൽ 1-2 ദിവസം ചെയ്താൽ മതിയാവും കോമ്പിനേഷൻ സ്കിന്നുകാർ. അപ്പോൾ നിങ്ങൾ മാക്സിമം മൈൽഡ് ആയിട്ടുള്ള സ്ക്രബ് യൂസ് ചെയ്യാൻ നോക്കുക. പിന്നെ നമ്മുടെ ഹോം മെയ്ഡ് പ്രോഡക്ട്സ് ഒക്കെ ഉണ്ടല്ലോ, നാച്ചുറൽ ആയിട്ട് നമുക്ക് സ്ക്രബ് ചെയ്യാൻ പറ്റുന്ന കുറെ, അത് ഞാൻ അടുത്ത വീഡിയോയിൽ ഇടാം. നാച്ചുറൽ നമുക്ക് എന്തൊക്കെ സ്ക്രബ് യൂസ് ചെയ്യാന്നുള്ളത് നമുക്ക് വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ച് തന്നെ. അപ്പം ഏറ്റവും മൈൽഡ് ആയിട്ടുള്ള സ്ക്രബ് തന്നെ യൂസ് ചെയ്യാൻ നോക്കുക. പിന്നെ അടുത്തൊരു കാര്യം, നമ്മൾ ഓർഡറിൽ ചെയ്യുക. സ്കിൻ കെയർ നമ്മളെപ്പോഴും ഓർഡറിൽ ചെയ്യുക. സ്റ്റാർട്ടിങ് എന്ത് ചെയ്യുന്നത്, ക്ലെൻസ് ചെയ്തിട്ട് പിന്നെ ക്ലെൻസർ കഴിഞ്ഞിട്ട് ടോണർ യൂസ് ചെയ്യണമെങ്കിൽ ടോണർ യൂസ് ചെയ്യാം. അപ്പൊ ഒരു കാര്യം, നമ്മളിപ്പോ എക്സ്ഫോളിയേഷൻ ചെയ്യുന്ന ദിവസമാണെങ്കിൽ, നമ്മൾ സ്ക്രബ് ചെയ്യുന്ന ദിവസമാണെങ്കിൽ എന്താ ചെയ്യേണ്ടത്, ക്ലെൻസ് ചെയ്ത് കഴിഞ്ഞിട്ട് സ്ക്രബ് ചെയ്യുക. സ്ക്രബ് ചെയ്തതിന് ശേഷം ടോണർ യൂസ് ചെയ്യുക. അത് കഴിഞ്ഞ് മോയ്സ്ചറൈസർ ഇടുക, സൺ പ്രൊട്ടക്ഷൻ ഇടുക. അങ്ങനെ ചെയ്യും. അപ്പൊ ഒരിക്കലും മാറിപ്പോകരുത്. ഇപ്പൊ നമ്മൾ ചെയ്യുമ്പോഴേക്കും ക്ലെൻസിങ്ങും ടോണിങ്ങും കഴിഞ്ഞിട്ട് എക്സ്ഫോളിയേഷൻ ചെയ്യരുത്. അങ്ങനെയുള്ള ദിവസത്തിൽ ക്ലെൻസ് ചെയ്ത് കഴിഞ്ഞിട്ട് എക്സ്ഫോളിയേഷൻ കഴിഞ്ഞിട്ട് ടോണർ യൂസ് ചെയ്ത് മോയ്സ്ചറൈസർ യൂസ് ചെയ്ത് അങ്ങനെ ചെയ്യാം. അപ്പൊ അത് സ്കിൻ കെയർ ചെയ്യുമ്പോൾ അത് ഓർഡറിൽ ചെയ്യുക. പിന്നെ അടുത്തത് മോയ്സ്ചറൈസിങ്. മോയ്സ്ചറൈസിങ് അത്യാവശ്യമാണ്. സ്കിൻ ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കണമെങ്കിൽ മോയ്സ്ചറൈസർ നമുക്ക് എന്തായാലും അപ്ലൈ ചെയ്തേ പറ്റൂ. ഇപ്പൊ ഓയിലി സ്കിന്നുകാർ വിചാരിക്കും അവരുടെ സ്കിൻ ഓൾറെഡി ഓയിലി ആണല്ലോ, പിന്നെ എന്തിനാ അവർ മോയ്സ്ചറൈസിങ് കൊടുക്കണേന്ന്. പക്ഷേ ഈ മോയ്സ്ചറൈസിങ് നമ്മൾ അങ്ങോട്ട് അപ്ലൈ ചെയ്ത് സ്കിൻ തന്നെ അത് ബാലൻസ് ചെയ്ത് വരും. സ്കിൻ ഇങ്ങോട്ട് ഓവറായിട്ട് പ്രൊഡ്യൂസ് ചെയ്യാണ്ടിരിക്കും. ഓവറായിട്ട് സെബം വരില്ല. അപ്പൊ നമ്മൾ മോയ്സ്ചറൈസർ കൊടുത്താലേ ഓയിലി സ്കിന്നുകാരുടെ സ്കിൻ ബാലൻസ് ചെയ്ത് പോകുള്ളൂ. അപ്പൊ അവര് അത്യാവശ്യമാണ് മോയ്സ്ചറൈസിങ്. ഇപ്പൊ ഡ്രൈ സ്കിന്നുകാർ മാത്രം യൂസ് ചെയ്താൽ പോരെ അങ്ങനെയും ചോദിക്കേണ്ട. എല്ലാ സ്കിന്നുകാരും ഒരേപോലെ തന്നെ മോയ്സ്ചറൈസർ യൂസ് ചെയ്യണം. സ്കിൻ ഹൈഡ്രേറ്റഡ് ആയി ഇരുന്നാലേ സ്കിന്നിന് അതിനനുസരിച്ച് റിസൾട്ട് ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ സ്കിന്നിന് ഡാമേജ് വന്നുകൊണ്ടിരിക്കും. അപ്പൊ അതുകൊണ്ടിട്ട് ഓയിലി സ്കിന്നുകാർ പ്രത്യേകം ശ്രദ്ധിക്കുക. അവർക്ക് മോയ്സ്ചറൈസർ അത്യാവശ്യമാണ്. അവർ വിചാരിക്കും ഓയിലി ആയതുകൊണ്ട് വേണ്ടാന്ന്. പക്ഷെ നമ്മൾ അങ്ങോട്ട് കൊടുക്കും തോറും നമ്മുടെ സ്കിൻ അത് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകും. അപ്പം എക്സസ് ഓയിൽ പ്രൊഡക്ഷൻ കുറഞ്ഞു വരും അങ്ങനെ ചെയ്യുമ്പോൾ. പിന്നെ നമ്മൾ SPF, സൺ പ്രൊട്ടക്ഷൻ എല്ലാവരും ഒന്നും യൂസ് ചെയ്യൂല. പക്ഷെ സൺ പ്രൊട്ടക്ഷൻ ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ആണ്. അപ്പൊ അതുകൊണ്ട് സൺ പ്രൊട്ടക്ഷൻ മാക്സിമം യൂസ് ചെയ്യാൻ നോക്കുക. അത് നല്ലൊരു പ്രാക്ടീസ് ആണ് നമ്മുടെ സ്കിൻ കെയറിൽ. അപ്പം സൺ പ്രൊട്ടക്ഷൻ മസ്റ്റായിട്ട് യൂസ് ചെയ്യണമെന്നാണ് നമ്മൾ പുറത്ത് പോകുമ്പോൾ. ഇപ്പം അറിയാലോ നമ്മുടെ ചൂടും വെയിലും ഒക്കെ. അപ്പൊ അതുകൊണ്ടിട്ട് സൺ പ്രൊട്ടക്ഷൻ അത്യാവശ്യമാണ്. എല്ലാവരും തന്നെ യൂസ് ചെയ്യാൻ നോക്കുക. പിന്നെ ഏറ്റവും അത്യാവശ്യമുള്ള ഒരു കാര്യം പറയാം, നന്നായിട്ട് വെള്ളം കുടിക്കുക. നമ്മുടെ ബോഡി ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കാനും സ്കിന്ന് നല്ല യങ് ആയിട്ടിരിക്കാനും ഒക്കെ വെള്ളം അത്യാവശ്യമാണ്. അപ്പൊ അതുകൊണ്ടിട്ട് നമ്മൾ മാക്സിമം നന്നായിട്ട് വെള്ളം കുടിക്കുക.
വെള്ളം കുടിക്കാത്തവരാണെങ്കില് അല്ലെങ്കിൽ മറന്നു പോകും, മടി എണീറ്റ് പോയി എടുക്കണ്ടേ എന്നൊക്കെ വിചാരിക്കുന്നത് എപ്പോഴും ഒരു കുപ്പിയില് നിറച്ചിട്ട് നമ്മുടെ അടുത്ത് വെച്ചിരിക്കുക. സിപ്പായിട്ട് കുടിക്കുക. അപ്പൊ അതുകൊണ്ട് വെള്ളം കുടിക്കുന്നതിൽ ഒരു മടിയും കാണിക്കരുത്. വെള്ളം നന്നായിട്ട് കുടിക്കുക. നമുക്ക് എത്ര വെള്ളം കുടിക്കാൻ പറ്റും അത്രയും നന്നായിട്ട് കുടിച്ചാൽ നമ്മുടെ സ്കിന്നും നന്നായിട്ടിരിക്കും. അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായോ? ഇതൊക്കെയാണ് നമ്മുടെ ബേസിക് സ്കിൻ കെയർ കാര്യങ്ങൾ നമ്മൾ മനസ്സിലായിരിക്കേണ്ടത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യണം, പിന്നെ നിങ്ങളുടെ കമന്റ്സ് ഒക്കെ അറിയിക്കണം കേട്ടോ. പിന്നെ നല്ല നല്ല വീഡിയോ ആയിട്ട് ഇനി നമുക്ക് കാണാം. കീപ് ഓൺ വാച്ചിങ് കാലി ഡോട്ട് വ്ലോഗ്സ്.